നിന്റെ കൂടെ ആയത് ഏതായാലും നന്നായി. ഞാൻ കുറെ കാര്യങ്ങൾ പഠിച്ചു. ശരി, നീ ദൈവത്തെ വിശ്വസിക്കുന്നുണ്ടോ? പിന്നെന്താ, എല്ലാവരും വിശ്വസിക്കുന്നു. അവൻ എപ്പോഴും നമ്മോടൊത്തുണ്ട്. അവൻ നമ്മെ സഹായിക്കുന്നു, വഴി നടത്തുന്നു, ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും. ഞാൻ ദൈവത്തോട് ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ട്. നല്ല കാര്യം. ദൈവം തന്ന എല്ലാ കാര്യങ്ങൾക്കും ദിവസേന നാം ദൈവത്തോട് നന്ദി പറയണം. ദൈവം നമുക്ക് ഏത് സങ്കീർണമായ സാഹചര്യത്തെയും നേരിടാനുള്ള ശക്തിയും ധൈര്യവും നൽകും. ഈ കഥയിൽ ദൈവം 2 സുഹൃത്തുക്കളെ സഹായിച്ചതുപോലെ കണ്ടോളൂ. ദൈവത്തോടൊത്തു നടക്കുക. രാമുവും ശ്യാമും കൂട്ടുകാരായിരുന്നു. രാമു ഒരു ദൈവഭക്തനായിരുന്നു. രാമു, നീ ദിവസവും അമ്പലത്തിൽ പോകുന്നുണ്ടല്ലോ. എന്താണ് നിനക്ക് അതുകൊണ്ട് നേട്ടം? ശ്യാം, അതിനെക്കുറിച്ച് നിനക്ക് അമ്പലത്തിൽ വന്നാൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ. ഈ വക കാര്യങ്ങളൊന്നും എനിക്കൊരു വിശ്വാസവുമില്ല. നിനക്കത് മനസ്സിലാക്കാനുള്ള ഒരു അവസരം വരും. അപ്പം മനസ്സിലാക്കാം. ഇപ്പൊ നടക്ക. ശരി, പതിവ് പോലെ നീ നിന്റെ വഴിക്ക് അമ്പലത്തിൽ പോയിക്കോ. നമുക്ക് ഓഫീസിൽ വെച്ച് കാണാം. രാമു അമ്പലത്തിലേക്ക് പോയി, ശ്യാം ഓഫീസിലേക്കും. ഇതായിരുന്നു അവരുടെ പതിവ്. ഒരു ദിവസം രാമുവും ശ്യാമും ദൈവത്തെക്കുറിച്ച് കുറെ നേരം വാഗ്വാദം നടത്തി. നിർത്തു ശ്യാം, നാളെ നീ എന്റെ കൂടെ അമ്പലത്തിലേക്ക് വാ. അപ്പം നിനക്കതിന്റെ വ്യത്യാസം മനസ്സിലാവും. ശരി രാമു, നിനക്ക് വേണ്ടി ഞാൻ നിന്റെ കൂടെ വരാം. അടുത്ത ദിവസം രണ്ടുപേരും അമ്പലത്തിലേക്ക് പോയി. ശരി, നമുക്ക് പോവാം. നേരം വൈകി. ഒരു 5 മിനിറ്റ് കൂടി നിൽക്ക്. ഞാൻ എന്റെ പൂജ കഴിഞ്ഞിട്ട് ഇപ്പൊ വന്നേക്കാം. ഹേയ്, അങ്ങോട്ട് നോക്ക്. അതെ, ആൾക്കാർ കൂടിയിട്ടുണ്ടല്ലോ. എന്താണ് ഉണ്ടായത്? അത് 5 മിനിറ്റ് മുമ്പ് ഒരു വലിയ മരം റോഡിന്റെ നടുവിലേക്ക് വീണു. ഈശ്വരാധീനം, ആർക്കും ഒരു ചെറിയ പരിക്ക് പോലും പറ്റിയില്ല. ഓ, നന്ദി ദൈവമേ. ശ്യാം, കണ്ടോ, ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്ന് ഇപ്പോഴെങ്കിലും നീ അംഗീകരിക്കുന്നുണ്ടോ? നീ എന്താണ് പറഞ്ഞു വരുന്നത്? അതെ, നീ അമ്പലത്തിൽ വന്നില്ലായിരുന്നെങ്കിൽ ഈ സമയത്ത് നീ ഇവിടെ ഉണ്ടാവുമായിരുന്നില്ലേ? ആർക്കറിയാം, ആ മരം വീണ് നിനക്ക് പരിക്ക് പറ്റില്ലായിരുന്നുവെന്ന്. ശരിയാ, നീ പറഞ്ഞത് ശരിയാണ് രാമു. ദൈവാധീനം കൊണ്ട് എനിക്കൊന്നും പറ്റിയില്ല. ഞാൻ എന്റെ തെറ്റ് മനസ്സിലാക്കുന്നു. നാളെ മുതൽ നമുക്ക് ഒന്നിച്ച് അമ്പലത്തിലേക്ക് പോകാം. ഞങ്ങളുടെ കൂടെ തന്നെ നിന്നതിന് നന്ദി ദൈവമേ. പയസ്, ദൈവത്തിൽ വിശ്വസിക്കുന്ന ഭക്തൻ. ആർഗ്യൂ, തമ്മിൽ തർക്കിച്ചുകൊണ്ടിരിക്കുക. ഗ്രേസ്, ഒരു സന്ദർഭത്തിന് ലഭിക്കുന്ന സഹായം.